ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാണ്. അനീഷിന് ലാലേട്ടൻ അഭിനന്ദനങ്ങൾ നൽകിയിരിക്കുകയാണ്. അതായത് ആ ഒരു ധൈര്യശാലി ടാസ്കിലെ പെർഫോമൻസിനാണ് ലാലേട്ടൻ അനീഷിനെ അഭിനന്ദിച്ചത്. ലാലേട്ടൻ ആ ടാസ്കിലെ പ്രകടനങ്ങളെ കുറിച്ചെല്ലാം ചോദിച്ചു. ലാലേട്ടൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സൈലന്റ് ആയിട്ട് നിന്നത്. അപ്പോൾ അവിടെ അനീഷ് പറഞ്ഞു അതിൽ ഇപ്പോൾ മുതലെന്നുണ്ടായിരുന്നു ലാലേട്ട, അതുകൊണ്ടാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു പറയാൻ പറ്റില്ല, അങ്ങനെയും ആകാം, ആ സമയം തൊട്ട് നിൽക്കണമെന്നായിരിക്കാം. ലാലേട്ടൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതെന്തായാലും നന്നായി. കാരണം നമ്മളൊക്കെ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അനീഷിനെ മിക്കവാറും ലാലേട്ടൻ പണി കൊടുക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അനീഷിന്റെ ഗെയിമിനെ അദ്ദേഹം അതിനെ ബിഗ് ബോസും ലാലേട്ടനും അതിനെ ആ ഒരു സ്പിരിറ്റിലാണ് കണ്ടിരിക്കുന്നത്. കാരണം സംസാരിക്കാതെ നിൽക്കാമെന്ന് പറയുന്ന തീരുമാനം ഒട്ടും മോശമൊന്നുമല്ല. വളരെ നല്ല മൈൻഡ് സെറ്റ് വേണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ അങ്ങനെ തീരുമാനിച്ച് അദ്ദേഹം ആ ടാസ്ക് ചെയ്താലും ബിഗ് ബോസ് ഒരിക്കലും ഈ സീസണിൽ ഇനി സംസാരിക്കേണ്ടെന്ന് പറയില്ലല്ലോ. എങ്കിൽ പിന്നെ ഷോ മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അതൊരു ബ്രില്യൻറ്റ് ഡിസിഷൻ ആയിരുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അടിപൊളി ഗെയിം ആയിരുന്നു. മാത്രമല്ല ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തലമുണ്ടനം ചെയ്യാനായിട്ട് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ജിസേലിന്റെ ടേബിളിൽ. അതിനകത്ത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1000 പോയിന്റ്സ് സമ്മാനമായി കിട്ടിയിരിക്കുന്നു എന്നൊരു ലെറ്ററും വെറും ഒരു ഡ്രിമ്മറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ തലമുണ്ടനം ചെയ്യാൻ സമ്മതിച്ചിരുന്നു എങ്കിൽ ആ ബോക്സ് തുറക്കുന്ന സമയത്ത് 1000 പോയിന്റ് കൊടുക്കുമായിരുന്നു ബിഗ് ബോസ്. തല മൊട്ടയടിക്കൊന്നും വേണ്ടായിരുന്നു. ഇതൊരു ടോർച്ചർ ടാസ്ക് ഒന്നും ആയിരുന്നില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം വെച്ച് ഉള്ള ഒരു ടാസ്ക് ആണ്. ഇതൊരു മൈൻഡ് ഗെയിമിന്റെ ടാസ്ക് ആണ് കൊടുത്തത്. പക്ഷെ അതിൽ അവർ പരാജയപ്പെട്ടു. ആകെ അതിനകത്ത് സക്സസ് ആയിട്ട് നിന്നത് അനീഷാണ്. അതായത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം അനീഷിനെ ഞാൻ വിചാരിച്ച് മിക്കവാറും വന്നെടുത്തിട്ട് പൊരിക്കുമെന്ന്. അങ്ങനെയൊന്നും അല്ല. ബിഗ് ബോസും ലാലേട്ടനും അതിനെ ആ ഒരു ഗെയിമിനെ ആ ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് എടുത്തത്. അത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെയുള്ള ലാലേട്ടൻ്റെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര റൂഡായിട്ടില്ല, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ എന്താ പറയുക, മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അദ്ദേഹം പറയുകയും അവർക്കതൊരു വാണിംഗ് പോലെ കൊടുക്കുകയും ചെയ്തു. അതായത് ലാലേട്ടൻ്റെ ഗ്രാഫ് പതിയെ പതിയെ ഉയരുകയാണ്. ഇവരുടെ മിസ്റ്റേക്സ് കൂടുതൽ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നു. വളരെ നല്ലൊരു എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഫണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.